ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. സർവകലാശാല വൈസ് ചാൻസലർമാർ എന്നുള്ള നിലയിൽ വലിയ ബഹുമാനവും അംഗീകാരവുമാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട EMS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അന്നത്തെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എറണാകുളം വരെയുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സമയം ചോദിച്ചപ്പോൾ EMS മുഖ്യമന്ത്രി പറയുകയാണ്, വൈസ് ചാൻസലർ എന്നെ കാണാൻ ഓഫീസിൽ വരണ്ട, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി അങ്ങയുടെ ഓഫീസിൽ വരാം. അത്ര ബഹുമാനമാണ് വൈസ് ചാൻസലർമാർക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ RSS എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് അതെന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. RSSന്റെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗവർണർ സാങ്കേതികമായാണ് ഗവർണർ ഇതിൻ്റെ ചാൻസലർ എന്ന് പറയുന്നത്. ചാൻസലർ, പ്രോ ചാൻസലർ, വൈസ് ചാൻസലർ എന്നുള്ള നിലയിലാണല്ലോ പോകുന്നത്. ഭരണരംഗത്തെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു അധികാരവും ചാൻസലർക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാനും യോഗം ചേരുവാനും തീരുമാനം എടുക്കാനുള്ള അധികാരമൊന്നും ഇല്ല. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആൾക്കാർ എതിർക്കുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിനെ വിളിച്ച് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ഈ നിലയിലുള്ള കാര്യം പല രൂപത്തിൽ പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട RSSന്റെ തലവന്റെ പ്രസംഗം വായിച്ചു നോക്കിയാൽ കുട്ടികളിലാണ് ഇതെല്ലാം ആദ്യമേ പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ RSSന്റെ തത്വങ്ങളും RSSന്റെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടത് കുട്ടികളിലാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഉണ്ടായത് കേരളത്തിലെ ഗവർണറുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിഷേധം ആവശ്യമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല, ന്യൂനപക്ഷത്തിനൊക്കെ തന്നെ സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം കേരളത്തിലെ ഇന്നിപ്പോൾ കേരളത്തിലെ RSSന്റെ പ്രവാചകനും RSSന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന, പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്.